നമസ്കാരം, എല്ലാവർക്കും മഠത്തിലെ രുചിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാലോ, ചേമ്പും താള്. ഞങ്ങൾ താളും തണ്ടെന്നാട്ടോ പറയുക. ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ മുന്നേ. അപ്പോൾ കുറച്ച് വ്യത്യാസമായിട്ട്, അതായത് ചേമ്പും താളും ചെറുപയറും ഒരു ഒഴിച്ചൂട്ടാണ് നമ്മൾ ഇട്ടിട്ടില്ലോ കർക്കിടക മാസമായിട്ട്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചേമ്പും താള് അടുത്ത വീട്ടിൽ നിന്ന് രാവിലെ മുറിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും, തോലൊക്കെ ചീവിയതിന് ശേഷം അരിഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. അതോടൊപ്പം തന്നെ ഞാൻ ചെറുപയർ ഒരു 3 മണിക്കൂർ മുന്നേ കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വളരെ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഈ കുക്കർ അടുപ്പത്ത് വെക്കട്ടെ, എന്നിട്ട് നമുക്ക് താളുന്നണ്ട അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ, ഞാൻ തോലൊക്കെ ചീവി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വല്ലാതെ വലിയ കഷ്ണങ്ങളാക്കണ്ട, എന്നാൽ ഇത് പെട്ടെന്ന് തന്നെ വേവുന്നതാണ്. അരിഞ്ഞെടുക്കാം കേട്ടോ. ചേമ്പ് താൾ ഇങ്ങനെ അത്യാവശ്യം ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ്. അതൊക്കെ ഇനി കുറച്ച് വലുതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് പെട്ടെന്ന് തന്നെ ആയിക്കോളും, നിങ്ങൾക്ക് അറിയാമല്ലോ. ഇനി അതിലേക്ക് ഉപ്പ് കുറച്ച് ഞാൻ ചെറുപയറിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും നോക്കിയിട്ട് വേണം ഇടാൻ, കാരണം ഇതിപ്പോൾ എത്ര കഷ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതങ്ങോട്ട് നല്ലോണം ഇങ്ങോട്ട് ചെറുതാവും കേട്ടോ, അടിയിലേക്ക് അങ്ങോട്ട് പോകും. അതുപോലെ തന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഞാൻ ചെറുപയറിലേക്കും വളരെ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ കഴുകിയിട്ടപ്പോൾ തന്നെ കാണിച്ചിട്ട് കണ്ടോ, അത്യാവശ്യം വെള്ളമുണ്ട്. ഇതിലേക്ക് ഇനി തൽക്കാലത്തേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഗ്യാസ് കൊളുത്തിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് അപ്പോഴേക്കേണ്ടത് നന്നായിട്ട് വേവും കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറുപയർ കണ്ടോ, ഞാനൊരു 5 വിസിലടുപ്പിച്ചു കേട്ടോ. അപ്പോഴേക്കെന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതേപോലെ തന്നെ വേവണം, എന്നാലാണ് ഈ കൂട്ടാൻ നല്ലൊരു യോജിപ്പ് വരുള്ളൂ. അപ്പോഴാണ് സൂപ്പർ ടേസ്റ്റും വരുള്ളൂ കേട്ടോ. ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ താളൊന്ന് നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ 2 കുഞ്ഞേ നാടൻ തക്കാളിയാണ് കേട്ടോ. ഇത് കൂടി അരിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഇടാം. ഇത് ഓപ്ഷനിലാണ്, പക്ഷേ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, ഞാൻ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. തിളച്ച് വരാൻ തുടങ്ങി. ഞാൻ ആ ചെറുപയർ ഉടച്ചതിൻ്റെയാണ് കേട്ടോ ഈ കയ്യിലിൻ്റെ ബാക്കിൽ. അപ്പോൾ വെള്ളം ഒഴിക്കേണ്ട, താളുന്ന ഇങ്ങനെ വെള്ളം നമ്മൾ നന്നായിട്ട് കഴുകിയതല്ലേ വന്നോളും. ഇനിയിപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് നല്ലൊരു കോമ്പിനേഷൻ വരണം കേട്ടോ. അങ്ങനെ ഈ കൂട്ടാൻ നല്ലൊരു എന്താ പറയുക, കണ്ടു കഴിഞ്ഞാൽ തന്നെ കൊഴുകൊഴുന്നതിനെ വല്ലാതെ സ്രോച്ചിട്ടല്ല, അങ്ങനെയുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടായി വരട്ടെ, പെട്ടെന്ന് തന്നെ വെന്തോളും. ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എങ്ങനെ കണ്ടോ. ഇനി 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ചെറുപയറും കൂടി ഇട്ട് കൊടുക്കാറാവും കേട്ടോ. വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ താളൂട്ടാനിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുളിങ്കറി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉള്ളി വറുത്തിട്ടിട്ട് അരയ്ക്കൊന്നും ചെയ്യാതെ, അതുപോലെ തന്നെ പരിപ്പിട്ട് വെച്ചിട്ടുണ്ട്. പല ടൈപ്പിൽ ഞാൻ ചേമ്പനാൾ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എന്തായാലും ഞാൻ അരച്ച് വെക്കുകയാണ്. അപ്പോൾ ഒരു കുഞ്ഞേ നാളികേരമായിരുന്നു, അതിൻ്റെ 2 ആക്കിയിലത്തെ 1 മുറി, ഒരു 10-12 മണി കുരുമുളക്, ആവശ്യത്തിന് പച്ചമുളക്. അതോടൊപ്പം തന്നെ ഇത് നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത്, നല്ലോണം 1/2 ടീസ്പൂൺ നല്ല ജീരകം. അപ്പോൾ ഇത് അരയ്ക്കുന്ന സമയത്ത് ആദ്യം ഒന്ന് ക്രഷ് ചെയ്യുക, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഞാൻ നല്ലോണം ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ആണ് ഒഴിക്കുന്നത്. അപ്പോൾ മോരാവുമല്ലോ നമ്മൾ നന്നായിട്ട് അടിക്കുന്ന സമയത്ത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് പുളി വേണമെങ്കിൽ ഒഴിക്കാം, വാളംപുളി കുറച്ച്. പക്ഷേ ടേസ്റ്റ് അധികം ഇതേപോലെ ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം മതി. തൈര് അല്ലെങ്കിൽ മോരൊഴിച്ചോളൂ, അരയ്ക്കുന്ന സമയത്ത് തന്നെ ഒഴിച്ചോളൂ, അപ്പോൾ പിന്നെ പ്രശ്നം വരില്ല. മറ്റേത് എന്താ അറിയോ, കളറ് മാറും, അത് പോട്ടെ, പക്ഷേ ടേസ്റ്റ് കൂടുതൽ ഇതാണ്. മാത്രമല്ല വാളംപുളി ഈ ഒരു കോമ്പിനേഷനിലേക്ക് നല്ലതല്ല കേട്ടോ. നല്ലതല്ല അത്ര സ്വാദുണ്ടാവില്ല, അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ എന്തായാലും 2 ടേബിൾ സ്പൂൺ നല്ലോണം തൈരാണ് ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മഷി പോലെ അരച്ച് കൊണ്ടുവരാം കേട്ടോ. 2 പച്ചയല്ലേ, അതുകൊണ്ട് നമുക്ക് പച്ചമുളക് തന്നെ ഉപയോഗിക്കാം. ഇപ്പം കണ്ടോ, ചേമ്പന്താളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, നന്നായിട്ട് ഉടഞ്ഞ മാതിരി തന്നെ ആയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ചെറുപയർ ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ. അധികം വേണ്ട, അല്ല കുക്കർ അങ്ങോട്ട് കഴുകിയിട്ട് മതി. ഇനി നന്നായിട്ട് ഇരുന്ന് തിളക്കട്ടെ. ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി, നന്നായിട്ട് നാളികേരം അരഞ്ഞു എന്ന് തോന്നിയ ആ സമയത്ത് 2-3 കുഞ്ഞുള്ളി വേണം. വെളുത്തുള്ളി ഉപയോഗിക്കുന്ന ആൾക്കാർ ഈ സമയത്ത് വെളുത്തുള്ളിയും കൂടി ചേർത്തോളൂ, എന്നിട്ട് ഒന്നും കൂടി അരച്ചാൽ മതി കേട്ടോ. ഇത് ആദ്യം തന്നെ ഇടണ്ട, അവസാനം ഇട്ടാൽ മതി കേട്ടോ. ഞാനിത് മിക്സിയുടെ ജാറിലേക്ക്
എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് തൈര്, നല്ലോണം ഒരു 2 ടേബിൾ സ്പൂൺ. പിന്നെ അത്യാവശ്യം പുളിയുള്ളതാവണം. ഈ ചേമ്പന്താള് ചൊറിയോ എന്നൊക്കെ സംശയമുള്ള ആൾക്കാർക്കും കൂടി വേണ്ടിയിട്ടാണത് കേട്ടോ. ചൊറിയൊന്നുമില്ല, എന്നാലും നമ്മൾ റിസ്ക് എടുക്കണ്ട. ചില താള് ചെറിയൊരു ഒമച്ചിലുണ്ടാവും, അത് വേണ്ടല്ലോ. ഇനി ഇത് നന്നായിട്ട് അരയ്ക്കാം. കണ്ടപ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുഞ്ഞുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ അരയ്ക്കാം. അപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം നന്നായിട്ടൊരു യോജിപ്പായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അടിപൊളി. ഇങ്ങനെ തന്നെ ചെറുപയർ നന്നായിട്ട് വേവണം കേട്ടോ, എന്നാലാണ് ആ കൂട്ടാൻ നല്ലൊരു കൊഴുപ്പ് വരുള്ളൂ. ഇനി നമ്മൾ മഷി പോലെ അരച്ച് വെച്ചത്. ഹായ്, എന്തായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് അറിയോ? ഇനി ചേമ്പന്താൾ ഇപ്പോൾ എല്ലാവർക്കും ഒന്നും കിട്ടിക്കൊള്ളണമെന്നില്ല, പക്ഷെ എന്നാലും നാട്ടിൻപുറത്തുള്ള അനവധി ആൾക്കാരുണ്ട്. എനിക്കറിയാം ഇതൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ആൾക്കാരുണ്ട്. കർക്കിടക മാസത്തിലെങ്കിലും ഒക്കെ ഉണ്ടാക്കിക്കൂടെ? ഇതിപ്പോൾ എല്ലാ കാലത്തും കഴിക്കാം. എന്നാലും എസ്പെഷ്യലി ഒരു കർക്കിടക റെസിപ്പി പറഞ്ഞിട്ട് തന്നെയാണ് ഞാനിത് ഇടുന്നത്. കണ്ടോ, അടിപൊളി. ഹായ്, ഒന്ന് തിളച്ച് വരട്ടെ. വല്ലാതെ ഇരുന്ന് കുറേ നേരം തിളപ്പിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ കണ്ടോ, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1 മാസം മുന്നേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 മാസത്തിലധികമായിട്ടോ, ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്. കണ്ടോ, ഇപ്പോഴും അതിന് വലിയൊരു തകരാറൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ട്. എന്നാലും അതെ, ആ ഇടുമ്പോഴത്തെ ആ വീട്ടിലുണ്ടായ കറിവേപ്പിലയുടെ വാസന ഉണ്ടല്ലോ, വല്ലാത്തൊരു വാസന തന്നെ കേട്ടോ. അത് കുറച്ചധികം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിലേക്ക് കറിവേപ്പില, ഏത് കൂട്ടാനിലും കറിവേപ്പില നല്ലോണം ഇട്ട ടേസ്റ്റാണ്, പ്രത്യേകിച്ച് ഈ ചേമ്പന്താളിൽ. അപ്പോൾ ഇത്ര പരിപാടിയിലും ഇനി ഒരു വറവും കൂടി വേണം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, പറ്റാവുന്ന ആൾക്കാരൊക്കെ കേട്ടോ. അപ്പോൾ വറുത്തോട്ടാൻ പോവാണേ. കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക്, കറിവേപ്പില, അതുപോലെ തന്നെ നമ്മുടെ സ്ഥിരം ഉണ്ടമുളക്, ഇത്രയാണ് വറുത്ത് കൊട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ, കൈ കടിക്കില്ലേ. ഇനി നമുക്ക് ഉണ്ണാൻ കാലത്ത് ഇങ്ങനെ കൂട്ടിയിട്ട് ഉരുള തരാം കേട്ടോ. ചോറ് വിളമ്പിയിട്ടുണ്ട്. ചോറ് കുറച്ചൊന്ന് വിളമ്പുന്നുള്ളൂ കേട്ടോ, കാരണം എൻ്റെ ഇഷ്ടപ്പെട്ട കൂട്ടാനാണ്. ഇത് കുറേ കഴിക്കണം. പൊതുവേ നല്ലോണം കഴിക്കും, ഇന്ന് പ്രത്യേകിച്ചും ചെമ്പനാളല്ലേ. നല്ലോണം വിളമ്പി കൊടുക്കുക. പിന്നെ അന്ന് ഞാനൊരു സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. വെറുതെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, മോരൊന്നല്ല കേട്ടോ. അതായത് തക്കാളി, ഉള്ളി, പച്ചമുളക്, അത് മാത്രമേ ഉള്ളൂ. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു. നല്ല എരിയുള്ള പച്ചമുളക് കിട്ടി ഇവിടെ ഉണ്ടായത് തന്നെ. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അതേപോലെ തന്നെ ഞാൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും കൂടെ കുറച്ച് ഒരു പ്രത്യേക സ്റ്റൈലിൽ അതും കൂടി കുറച്ച് വിളമ്പി കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ലഞ്ച് മെനു ഉഷാർ. അപ്പോൾ ഉരുള തരാം. ഒന്ന് ചമ്മന്തിപ്പൊടിയും കൂടി എടുക്കാം അല്ലേ. ഹായ്, നമ്മുടെ ചേമ്പും താളും ചെറുപയറും അടിപൊളി. പിന്നെ ഒരു കാര്യമുണ്ട്, കുറച്ച് ദിവസത്തേക്ക് എനിക്കൊരു റെസ്റ്റ് വേണം. എനിക്കൊരു സർജറി ഉണ്ട്, തൈറോയിഡിൻ്റെ ആണ് കേട്ടോ. ഓപ്പണായിട്ടാണ് ചെയ്യുന്നത്. അത് കാരണം തന്നെ 1 മാസം വോയിസ് റെസ്റ്റൊക്കെ പറഞ്ഞിരിക്കുകയാണ്. വീഡിയോസ് ഞാനിടും, പക്ഷേ ഇൻട്രോ ഒന്നും ഈ പറഞ്ഞ മാതിരി കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. ഇൻട്രോ ഉണ്ടാവില്ല കേട്ടോ, പഴയ ഇൻട്രോ തന്നെയാവും. എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ എല്ലാവരും കഴിച്ചോളൂ. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ബൈ.